വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് സൈക്കോളജിയിൽ സാമൂഹിക വികസനം, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡിങ്ങിലെ രണ്ടാമത്തെ ഭാഗമാണത്. അപ്പോൾ ഹെഡിങ്ങിൻ്റെ പേര് ഇതാണ്, സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പ്രധാനമായിട്ടും പറയുന്ന പോയിന്റ് ഇതാണ്, അതായത് സാമൂഹിക വികസനത്തിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയക്തിക ഘടകങ്ങൾ എന്ന് പറയാം. രണ്ടാമത്തതിനെ പറയുന്ന പേരാണെന്ത്? പരിസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് വൈയക്തിക ഘടകങ്ങളും പരിസ്ഥിതി ഘടകങ്ങളും സംയുക്തമായാണ് സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വൈയക്തിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രധാന ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും അതിൽ 3 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പറയുന്ന പേരാണത് കായിക ഘടകം എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് പറയാ? കായിക ഘടകം. അപ്പോൾ വൈയക്തിക ഘടകങ്ങളിൽ പെടുന്ന ഒന്നാമത്തെ സംഗതിയാണെന്ത്? കായിക ഘടകം. അപ്പോൾ എന്താണ് കായിക ഘടകത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം. അതായത് സാധാരണ കായിക ഘടനയും ആരോഗ്യവുമുള്ള കുട്ടികളിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിലൂടെ വെല്ലുവിളി ഉയർത്തുന്ന സാമൂഹിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാനായിട്ട് കുട്ടികൾക്ക് കഴിയുന്നു. ഈ 2 പോയിന്റുകളാണ് കായിക ഘടകത്തിൽ വരുന്നത്. അപ്പം എന്തൊക്കെയാണ് പോയിന്റ്? സാധാരണ കായിക ഘടനയും ആരോഗ്യവുമുള്ള കുട്ടികളിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകുന്നു. ഇതിലൂടെ വെല്ലുവിളി ഉയർത്തുന്ന സാമൂഹിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണെന്ത് ഈ കായിക ഘടകം എന്നുള്ള ടേം കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കായിക ഘടകം കഴിഞ്ഞാൽ രണ്ടാമതായി വരുന്നതാണെന്ത്? മാനസിക ഘടകം എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പം എന്താണ് മാനസിക ഘടകം എന്നുള്ളത് നോക്കാം. അതായത് വേണ്ട സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും പ്രാവർത്തികമാക്കാനും പുതിയ സാഹചര്യങ്ങൾക്കനുസരണമായി പൊരുത്തപ്പെടാനുമുള്ള കുട്ടികളുടെ കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ഈ ഗുണങ്ങൾ കാര്യക്ഷമമായ സാമൂഹിക വ്യവഹാരങ്ങൾക്ക് കൂടിയേ തീരൂ എന്ന് നമുക്കറിയാം, അല്ലേ? കൂടാതെ ബുദ്ധി കൂടുന്നതിനനുസരണമായി പൊരുത്തപ്പെടാനും സാമൂഹിക മനോഭാവം പുലർത്തുവാനും കുട്ടികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇതുമൂലം സാധിക്കും എന്നുള്ളതാണെന്ത് മാനസിക ഘടകം എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയില്ലേ? അപ്പം എന്താണ് പോയിന്റ് പറയണത്? വേണ്ട സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രാവർത്തികമാക്കാനും പുതിയ സാഹചര്യങ്ങൾക്കനുസരണമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവാണ് എന്ത്? ബുദ്ധി എന്ന് പറയുന്നത്. ഈ ഗുണങ്ങൾ കാര്യക്ഷമമായ സാമൂഹിക വ്യവഹാരങ്ങൾക്ക് കൂടിയേ തീരും. ബുദ്ധി കൂടുന്നതിനനുസരണമായി പൊരുത്തപ്പെടാനും സാമൂഹിക മനോഭാവം പുലർത്തുവാനും വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പോയിന്റ്. ഇനി നമുക്കിത് മൂന്നാമതായിട്ട് വരുന്ന വൈയക്തിക ഘടകങ്ങളിലെ പോയിന്റാണെന്ത്? വൈകാരിക ഘടകം എന്ന് പറയുന്നത്. അപ്പം എന്താണ് വൈകാരിക ഘടകം എന്നുള്ളത് നോക്കാം. വൈകാരിക ഘടകം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വൈകാരിക വികസനത്തിന് സാമൂഹിക വികസനത്തോട് അധിക സംബന്ധമുണ്ട്. വൈകാരിക സമയോജനം സാമൂഹിക പരിപക്വതയുടെ സുപ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. കൂടാതെ വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവുന്ന വ്യക്തികൾക്ക് ആരോഗ്യകരമായ സാമൂഹിക വ്യക്തിത്വം ഉള്ളതായി കണക്കാക്കാനും സാധിക്കും. അപ്പം 3 പോയിന്റുകളാണ് വൈകാരിക ഘടകവുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ്? കുട്ടികളുടെ വൈകാരിക വികസനത്തിന് സാമൂഹിക വികസനത്തോട് അധിക സഹസംബന്ധമുണ്ട്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വൈകാരിക സമയോജനം സാമൂഹിക പരിപക്വതയുടെ സുപ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. തേർഡ് പോയിന്റ്, വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവുന്ന വ്യക്തികൾക്ക് ആരോഗ്യകരമായ സാമൂഹിക വ്യക്തിത്വം ഉണ്ടാകുമെന്നും പറയുവാനായിട്ട് സാധിക്കും. ഇനി
ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ സംഭവമാണെന്ത്, പരിസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയുന്നത്. പരിസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 പരിസ്ഥിതി ഘടകങ്ങളാണുള്ളത്. കുടുംബം, വിദ്യാലയം, സമവയസ്ക സംഘം അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോയിന്റുകൾ. അപ്പോൾ പരിസ്ഥിതി ഘടകങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ്? കുടുംബം, വിദ്യാലയം, സമവയസ്ക സംഘം അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ എന്താണ് കുടുംബം എന്നുള്ളതിൻ്റെ പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. അതായത് വിവിധ സാമൂഹിക സ്ഥാപനങ്ങളിൽ വെച്ച് കുട്ടിയുടെ സാമൂഹിക വികസനത്തിൽ പ്രഥമവും ഏറ്റവും പ്രധാനവുമായ സ്വാധീനം ചെലുത്തുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? കുടുംബം തന്നെയാണ്. കുട്ടി സാമൂഹിക സവിശേഷതകൾ ആദ്യം അഭ്യസിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നുമാണ്. കൂടാതെ അവരെയും മറ്റു കുടുംബാംഗങ്ങളെയും അനുകരിച്ചാണ് കുട്ടി നല്ലതോ ചീത്തയോ ആയ നിരവധി സാമൂഹിക സവിശേഷതകൾ ആർജിക്കുന്നത്. ഇത്രയും പോയിന്റുകളാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? വിദ്യാലയം. അപ്പോൾ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വിദ്യാലയം ഓരോ കുട്ടികളുടെയും സാമൂഹിക വികസനത്തെ അത്യധികം സ്വാധീനിക്കാറുണ്ട്, അല്ലേ? കൂടാതെ കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനങ്ങളിൽ വെച്ച് വിദ്യാലയത്തിൻ്റെ സ്ഥാനം കുടുംബത്തേതിന് മാത്രം താഴെയാണ്. അപ്പോൾ കുടുംബത്തിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ് എന്ത്? വിദ്യാലയം എന്ന് പറയുന്നത്. കൂടാതെ വിദ്യാലയ പരിപാടികളും പ്രവർത്തനങ്ങളും ആരോഗ്യകരമായ ആശയവിനിമയത്തിന് ലഭ്യമായ സന്ദർഭങ്ങൾ, അധ്യാപകരുടെ മാർഗനിർദ്ദേശം, സഹപാഠികളുടെ സഹകരണം തുടങ്ങിയവയാണ് കുട്ടികൾ ആർജിക്കുന്ന സാമൂഹിക നൈപുണ്യങ്ങൾക്കും മനോഭാവങ്ങൾക്കും ശീലങ്ങൾക്കും ആധാരം എന്നുള്ളതും മനസ്സിലാക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണെന്ത്? സമവയസ്ക സംഘം അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്. അതായത് അടുത്ത പ്രാധാന്യം സമവയസ്കരുടെ സംഘത്തിനാണ്. ഇവിടെ കുട്ടികളെ പൂർണ്ണമായും സാമൂഹികവൽക്കരിക്കുന്നത് സമവയസ്ക സംഘം തന്നെയാണ്. കൂടാതെ ഈ സംഘത്തിലെ കുട്ടികൾ പല കാര്യങ്ങളും സ്വമനസാലെ പഠിക്കുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും കുട്ടികൾ സ്വമനസാലെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കാം. കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വൈകാരിക വികസനത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ സാമൂഹിക വികസനത്തിന് പറഞ്ഞ മറ്റൊരു പേര് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൻ്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വൈയക്തിക ഘടകങ്ങളുണ്ട് എന്നും അതുപോലെ തന്നെ പരിസ്ഥിതി ഘടകങ്ങൾ ഉണ്ട് എന്നുള്ള പോയിന്റ് ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, വൈയക്തിക ഘടകങ്ങളുടെ ക്ലാസിഫിക്കേഷൻസിൽ കായിക ഘടകം, മാനസിക ഘടകം, വൈകാരിക ഘടകങ്ങളുണ്ടെന്നുള്ളതും പരിസ്ഥിതി ഘടകങ്ങളിൽ കുടുംബം, വിദ്യാലയം, സമവയസ്ക സംഘങ്ങളുണ്ട് എന്നുള്ള പോയിന്റും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് പഠിക്കാം? ഭാഷാ വികസനം അതുപോലെ തന്നെ വൈകാരിക വികസനം ഡിസ്കസ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.